ഏപ്രിൽ 9 കേരളം വിധിയെഴുതി. മെയ് 4 കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഉള്ള കാത്തിരിപ്പിലാണ് കേരളത്തിലെ ജനങ്ങൾ. മെയ് 4 വോട്ടെണ്ണൽ ആരംഭിച്ച് രാവിലെ 8 മണിക്ക് ആരംഭിച്ച് ഏകദേശം 9:30 തന്നെ കേരളത്തിന്റെ ഭരണം ആരുടെ കൈകളിലേക്കാണെന്ന് അറിയാൻ കഴിയും. പക്ഷേ ഏപ്രിൽ 9 വിധിയെഴുതി വൈകിട്ട് 6 മണിക്ക് പോളിംഗ് അവസാനിച്ച് 6:05 തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി അടി തുടങ്ങിയതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ഭാഗത്ത് രമേശ് ചെന്നിത്തലയുണ്ട്, ഒരു ഭാഗത്ത് വി.ഡി. സതീശനുണ്ട്, കെ.സി. വേണുഗോപാലുണ്ട്. ഇതാ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ 3 നേതാക്കന്മാരുടെയും അനുയായികളുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നു. അനുയായികൾ തമ്മിൽ പോർവിളികൾ നടത്തുന്നു. പക്ഷേ വ്യക്തിപരമായി ഞാൻ ചില നേതാക്കന്മാരുടെ ഒരു ഡീറ്റെയിൽ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ കെ.സി. വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ വി.ഡി. സതീശനോ ഇവരാര് മുഖ്യമന്ത്രിമാരും നമ്മളെ വ്യക്തിപരമായി ബാധിക്കുന്ന ഒരു വിഷയമല്ല. അത് കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിന് അധികാരം നൽകിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് തീരുമാനിക്കാം ആര് മുഖ്യമന്ത്രിയാകണമെന്ന്. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് എടുത്ത് പരിശോധിക്കുമ്പോൾ അദ്ദേഹം ചെന്നിത്തലയിലെ ഒരു വിദ്യാലയത്തിൽ ഒരു സാധാരണ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തനം ആരംഭിച്ച് കെ.എസ്.യുവിന്റെ ട്രഷററായി, കെ.എസ്.യുവിന്റെ നിരവധിയായ ഭാരവാഹിത്വം വഹിച്ചു, NSU ഭാരവാഹിയായി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി, യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായി, KPCCയുടെ അധ്യക്ഷനായി, ACCയുടെ ജനറൽ സെക്രട്ടറിയായി, MP ആയി, MLA ആയി, ആഭ്യന്തരമന്ത്രിയായി, പ്രതിപക്ഷ നേതാവായി എല്ലാ പദങ്ങളും അലങ്കരിച്ച ഒരു നേതാവ്. രമേശിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായി എല്ലാ പദവി അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വ്യക്തിപരമായി ഓർമ്മ വരുന്ന ഒരു കാര്യം, കേരളത്തിലെ 2001 മുതൽ 2006 വരെയുള്ള AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഭരണകാലഘട്ടത്തിൽ കേരളത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാക്കന്മാരിൽ ഒരാളായ K. കരുണാകരൻ കോൺഗ്രസ് പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ച് അദ്ദേഹം കോൺഗ്രസ് വിട്ട് ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്ന DIC എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി പുറത്തു പോകുമ്പോൾ കേരളത്തിലെ ഒരു വലിയ വിഭാഗം പ്രവർത്തകർ കരുണാകരനോടൊപ്പം DICയിലേക്ക് പോവുകയാണ്. അന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ള വിലയിരുത്തി കേരളത്തിലെ കോൺഗ്രസ് അസ്തമിച്ചു, ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല കേരളത്തിൽ കോൺഗ്രസ് എന്നും. എന്നാൽ അന്ന് AICC കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ പദം ഏൽപ്പിച്ചത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയെ അധ്യക്ഷ പദം ഏൽപ്പിച്ചപ്പോൾ കേരളത്തിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം കത്തി നിൽക്കുന്ന സാഹചര്യമാണ്. A ഗ്രൂപ്പും I ഗ്രൂപ്പും പരസ്പരം വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുന്നു. A ഗ്രൂപ്പിന് ചുക്കാൻ പിടിക്കുന്നത് അന്ന് ആദ്യകാലത്ത് ആന്റണി ആയിരുന്നെങ്കിൽ പിന്നീട് അതിന്റെ നേതൃപദവി ഏറ്റെടുത്തത് ഉമ്മൻചാണ്ടിയാണ്. I ഗ്രൂപ്പിനെ രമേശ് ചെന്നിത്തല നയിക്കുന്നു. Aയും Iയും കണ്ടാൽ കടിച്ചു കയറാൻ വെമ്പുന്ന കാലഘട്ടം. KPCC ആസ്ഥാനത്തിന് മുന്നിൽ ശരത്ചന്ദ്ര പ്രസാദിന്റെയും അതോടൊപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താന്റെയും മുണ്ടഴിച്ച ചരിത്രമൊക്കെ കേരളത്തിലെ കോൺഗ്രസിന്റെ കുപ്രസിദ്ധിയായ ചരിത്രമാണ്. അന്ന് ലീഡർ K. കരുണാകരൻ പാർട്ടി വിട്ടു പോയപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവില്ല എന്ന് എല്ലാവരും വിധി എഴുതിയപ്പോൾ കേരളത്തിലാകമാനം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും കേരളത്തിലെ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരികയും 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. ആ രമേശ് ചെന്നിത്തലയെ ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് വരണമെന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ പറയാറുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നുണ്ട്. പക്ഷേ ആ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ അനുയായികൾ ഇത്തരത്തിൽ മുറവിളി കൂട്ടുമ്പോൾ അദ്ദേഹത്തെ അപമാനിക്കാൻ, അദ്ദേഹത്തെ അവഹേളിക്കാൻ, അദ്ദേഹത്തിനെതിരെ ഇല്ലാ കഥകൾ പറയാൻ കോൺഗ്രസിലെ തന്നെ സൈബർ വെട്ടുകളിക്കൂട്ടമെന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ പറയുമ്പോൾ അത് നീതീകരിക്കാൻ കഴിയുന്നതാണ്? ഒരിക്കലുമല്ല ചേട്ടാ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ UDF അധികാരത്തിൽ വരുമോ എന്ന് മെയ് 4 മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ഇതൊക്കെ UDF ക്യാമ്പിന്റെ ആത്മവിശ്വാസമാണ്, മാറ്റത്തിനുള്ള കാഹളമാണ്, ഈ തെരഞ്ഞെടുപ്പ് മാറ്റത്തിൻ്റെതാണ്, UDF അധികാരത്തിൽ വരുമെന്ന് UDF ക്യാമ്പാണ് ഇപ്പോഴും പറയുന്നത്. മെയ് 4 നമുക്കറിയൂ ജനവിധി ആർക്കൊപ്പമാണ്, ജനങ്ങളുടെ മനസ്സ് UDFന് അനുകൂലമായിട്ടാണോ ചിന്തിച്ചതെന്ന്. പിന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്തായാലും ഹൈക്കമാൻഡ് ആയിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ അപക്വമായ കാര്യമാണ് ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ കോൺഗ്രസിലെ നേതാക്കൾ തമ്മിൽ കാണിക്കുന്നത്. പരസ്പരം അഭിപ്രായങ്ങൾ പറയുക. കഴിഞ്ഞ ദിവസം KPCC തന്നെ പറഞ്ഞിട്ടുണ്ട് അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രിയാകുന്നതിനെ ചൊല്ലി. അപ്പൊ എന്നിട്ടും അഭിപ്രായങ്ങൾ പറയുക. സോഷ്യൽ മീഡിയയിൽ 3 ഗ്രൂപ്പായി, ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ AI ഗ്രൂപ്പുകളായിരുന്നു കോൺഗ്രസിൽ ഉണ്ടായിരുന്നെങ്കിൽ AI ഗ്രൂപ്പുകൾ മാറി ഇപ്പൊ 3 പേരുടെ പേരുകളിലേക്ക്, അതാണ് RC, KC, VD എന്ന് പറയുന്ന 3 പേര് ആര് മുഖ്യമന്ത്രി ആകണം എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് 2 തരം പൊളിറ്റീഷ്യൻസ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് റിയൽ പൊളിറ്റീഷ്യനും റിയൽ പൊളിറ്റീഷ്യനും. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ആക്സസ് കിട്ടുക എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ആളുകൾക്കാണ്. റിയലായി നിൽക്കുന്ന ആളുകൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്രത്തോളം ഒരു ആക്സസ് കിട്ടാനുള്ള സാധ്യതയില്ല. അതിപ്പോ ചേട്ടൻ യൂത്ത് കോൺഗ്രസിന്റെ ആരെങ്കിലും എടുത്തു നോക്ക്, 2 പേരെ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരാൾ. ഒറ്റ എക്സാമ്പിൾ പറയാം, രാഹുൽ മാങ്കൂട്ടത്തിലും അബിൻ വർക്കി സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല രാഹുലിനെ പോലെ. പക്ഷെ മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ആക്റ്റീവ് ആയിരുന്നു. രാഹുലിന് കിട്ടിയ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ രാഹുലിന് കിട്ടിയ ഒരു ആക്സസ് അബിൻ വർക്കി കിട്ടിയിരുന്നു?
ഇല്ല. കാരണം എന്താണ്, അബിൻ വർക്കി അത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്നില്ല. കഴിഞ്ഞ ദിവസം തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ എന്താണ് KSUവിൽ നിന്ന് ഉയർന്നു വന്ന ആളാണ്. ഇപ്പൊ എല്ലാവരും സംഘടനാ പ്രവർത്തനത്തിൽ KSUവിൽ നിന്ന് വന്ന ആളുകളല്ല നേതാക്കളായി നിൽക്കുന്നത്. പലരും പിന്നീട് പല പാർട്ടികളിൽ നിന്ന് വന്നു ചേർന്നവരാണ്. പിന്നീട് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ പോലും അവർക്ക് നേതാക്കളാകാം എന്ന രീതിയിലേക്ക് പാർട്ടി മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ എന്താണ്, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് എന്റെ അഭിപ്രായം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണമെന്നാണ് എങ്കിൽ, അല്ലെങ്കിൽ VD സതീശൻ മുഖ്യമന്ത്രി ആകണമെന്നാണ് എന്റെ അഭിപ്രായം, എനിക്ക് പറയാം. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ആളെ കുറ്റം പറയേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഒരു പാർട്ടിക്ക് അകത്ത് നിന്നാവുമ്പോൾ, കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിലെ ആളുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ എനിക്ക് തോന്നുന്നു വോട്ട് ചെയ്ത ആളുകൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിഷ്പക്ഷരായി കോൺഗ്രസ് അല്ലെങ്കിൽ ഒരു മാറ്റം വരണമെന്ന് കരുതി UDFനോ കോൺഗ്രസിനോ വോട്ട് ചെയ്തവർ ഇപ്പൊ ചിന്തിക്കുന്നത് എന്തായിരിക്കും, വോട്ട് ചെയ്യേണ്ടായിരുന്നു, അബദ്ധം പറ്റി എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് ഈ കോൺഗ്രസിലെ നേതാക്കളും പ്രവർത്തകരും കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഒരിക്കലും ശരിയായ ഒരു നിലപാടേ അല്ല. അതിപ്പോ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ആയാലും VD സതീശനെതിരെ ആയാലും KC വേണുഗോപാലിനെതിരെ ആയാലും പരസ്പരം കാണിക്കുന്ന ഈ പോര്, അതും ഒരു പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ പരസ്പരം കാണിക്കുന്ന പോര് ഒരിക്കലും കോൺഗ്രസിന് നല്ലതൊന്നും ചെയ്യില്ല. അത് ഒരു സംശയം വേണ്ട, അത് കോൺഗ്രസിന് തിരിച്ചടിയാവുക തന്നെ ചെയ്യും. തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്ത ആളുകളെ അവരെ കൊഞ്ഞനം കുത്തുന്ന തരത്തിലാണ് പ്രവർത്തകന്മാർ പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്നത്. ഈ പ്രവർത്തകന്മാർ മനസ്സിലാക്കേണ്ടത്, ഭാഗ്യാന്വേഷികളായി കോൺഗ്രസിലേക്ക് എത്തിയ വ്യക്തിയല്ല രമേശ് ചെന്നിത്തലയോ VD സതീശനോ KC വേണുഗോപാലോ എന്നാണ്. ഇവർ ഈ പാലക്കാട് MLA പാവപ്പെട്ട പെൺകുട്ടികളെ ഗർഭിണിയാക്കിയപ്പോൾ ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച, അല്ലെങ്കിൽ അവനെ പാർട്ടി പുറത്താക്കിയപ്പോൾ ആ പാർട്ടി പുറത്താക്കിയ വ്യക്തിക്ക് അനുകൂലമായും പാർട്ടി നേതാക്കന്മാരെ തെറി പറയാനും ചില ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ഉമാ തോമസ് പറഞ്ഞ നിലപാടിന് ഉമാ തോമസിന് കോൺഗ്രസിൽ നിന്ന് പോലും സൈബർ അറ്റാക്ക് ഉണ്ടായില്ലേ? തീർച്ചയായും അത്തരം ക്രിമിനലുകൾ, സൈബർ ക്രിമിനലുകൾ, ഒരു പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയവനെ സംരക്ഷിക്കുന്ന നാലാംകിട ക്രിമിനലുകളാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ ആക്രമിക്കുന്നത്. രമേശ് ചെന്നിത്തല മാത്രമല്ല, VD സതീശനായാലും ശരി, KC വേണുഗോപാലായാലും ശരി, ഇവരെ ആക്രമിക്കുന്ന ഇത്തരം ക്രിമിനലുകളെ നിലയ്ക്ക് നിർത്താൻ തയ്യാറാകണമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് കൈപിടിച്ചു കൊണ്ടുവന്ന വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. കോൺഗ്രസ് 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനെ കൃത്യമായി നയിച്ച വ്യക്തിയാണ് VD സതീശൻ. മറ്റൊന്ന് KC വേണുഗോപാൽ, അദ്ദേഹത്തിന് ദേശീയ നേതൃത്വത്തിന് കേരളം സംഭാവന ചെയ്തൊരു വ്യക്തിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിന് മെറിറ്റ് ഉണ്ടാവും, ഡിമെറിറ്റ് ഉണ്ടാവും. അദ്ദേഹത്തിന്റെ മെറിറ്റിലേക്കും ഡിമെറിറ്റിലേക്കും കടക്കുന്നത് AC മുറിയിൽ ഇരുന്ന 300 രൂപയ്ക്ക് നെറ്റ് റീചാർജ് ചെയ്ത് എഴുതിയിടുന്ന ക്രിമിനലുകളല്ല. അവരെ ഞാൻ ഉപയോഗിക്കുന്ന ഭാഷ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ ഭാഷയിലാണ് അവരെ എനിക്ക് അഭിസംബോധന ചെയ്യാൻ താല്പര്യം. സൈബർ വെട്ടുകളി ക്രിമിനലുകൾ, ആ ക്രിമിനലുകളാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ നേതാക്കന്മാരെ KC വേണുഗോപാലിനെയും VD സതീശനൊക്കെ തെറി പറയുന്നത്. ഇവരെ വിചാരം, ഇവരെന്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, കേരളത്തിലെ അല്ലെങ്കിൽ സ്വന്തം നാട്ടിൻ പുറത്ത് ഒരു പൊതുവിഷയങ്ങൾ ഇവർ ഇടപെടുന്നില്ല, സ്വന്തം നാട്ടിൽ ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല, സ്വന്തം വാർഡിൽ ഒരു മുദ്രാവാക്യം വിളിക്കാൻ ഇവർ അങ്ങനെ വിളിച്ചവരാരും ഇത്രത്തോളം ഇവരാരെയും ആക്രമിക്കാൻ തുനിയില്ലല്ലോ. തീർച്ചയായും അത്തരം ഗ്രൗണ്ട് പൊളിറ്റിക്സിൽ പൾസറിയുന്ന ഒരുത്തനും ഇത്തരത്തിൽ ഈ തമ്മാടിത്തരത്തിന് കൂട്ടുനിൽക്കില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഗ്രൗണ്ട് പൊളിറ്റിക്സ് അറിയാത്ത AC റൂമിലിരുന്ന് 300 രൂപയ്ക്ക് നെറ്റ് റീചാർജ് ചെയ്ത് എഴുതി വിടുന്നവൻ, അവന് പല വ്യക്തിപരമായ താല്പര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം PR വർക്ക് ഏറ്റെടുത്തവർ ഇത്തരം ക്രിമിനൽ പ്രവർത്തനം ചെയ്യുന്ന ക്രിമിനലുകളുണ്ട്. ഇവർ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അപമാനമാണ്. അല്ല ചേട്ടാ, ഞാൻ പറയട്ടെ, അഭിപ്രായം പറയുന്നതിലൊന്നും പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് KC വേണുഗോപാൽ അല്ലെങ്കിൽ VD സതീശൻ, രമേശ് ആരെങ്കിലും മുഖ്യമന്ത്രി ആകണമെന്ന് പറയാം, പക്ഷെ അത് മറ്റൊരു നേതാവിനെ ആക്രമിക്കില്ലല്ലോ. അതാണ് വ്യക്തിപരമായി നമ്മൾ അഭിപ്രായം ആരുടെ മുന്നിലും പ്രകടിപ്പിക്കാൻ, അത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണ്. പക്ഷേ നമ്മുടെ കോൺഗ്രസ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകുക, അതായത് നമ്മുടെ നേതാക്കന്മാരെന്ന് അവർ തന്നെ വിളിക്കുന്ന ആളുകളെ, അവരെ തെറി പറയുന്ന നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരം ക്രിമിനലുകൾ ഏത് പ്രസ്ഥാനത്തിലായാലും ആ പ്രസ്ഥാനത്തിന് തന്നെ അപമാനമാണ്. രാജ്മോഹൻ ഉണ്ണിത്താനും ഉമാ തോമസിനെയും മുരളീധരനെയും രമേശ് ചെന്നിത്തലയെയും VD സതീശനെയും ഒക്കെ വട്ടമിട്ട് കുത്തിപ്പറിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി പാവപ്പെട്ട പെൺകുട്ടികളെ ഗർഭിണിയാക്കിയവരെ ചതിച്ചപ്പോൾ, ആ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തപ്പോൾ പാർട്ടിയിൽ നിന്ന് പാർട്ടി പടിയടച്ച് പിണ്ടം വെച്ച് കേരളത്തിലെ പാർട്ടി സമാനതകളില്ലാത്ത നിലപാട് സ്വീകരിച്ചപ്പോൾ ആ നിലപാട് സ്വീകരിച്ച് കൈയടിക്കുന്ന നിലപാടാണെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ, പ്രതിപക്ഷ നേതാവ് VD സതീശനെ, കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ക്രൗഡ് പുള്ളറായ മുരളീധരനെ, അതോടൊപ്പം തന്നെ MMSനെ, ഉമാ തോമസിനെ, ബിന്ദു കൃഷ്ണയെ, ഷാനിമോൾ ഉസ്മാനെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ഇത്തരത്തിൽ വട്ടമിട്ട് ഈ ക്രിമിനലുകൾ ആക്രമിച്ചത് അവർ തന്നെയാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയെയും VD സതീശനെയും KC വേണുഗോപാലിനൊക്കെ തെറിവിളിച്ച് നടക്കുന്ന ഈ സൈബർ ക്രിമിനലുകളെ നിലയ്ക്ക് നിർത്താൻ KPCC തയ്യാറാകണം. അതോടൊപ്പം തന്നെ ഈ സൈബർ ഗുണ്ടകൾക്ക്, ബൂത്ത് രാഷ്ട്രീയത്തിന്റെ, ഗ്രൗണ്ട് രാഷ്ട്രീയത്തിന്റെ പൾസ് അറിയാൻ പറ്റാത്ത ആളുകൾക്ക്, അവർക്ക് രമേശ് ചെന്നിത്തല എന്താണെന്നറിയില്ല, അവർക്ക് VD സതീശൻ എന്താണെന്നറിയില്ല, KC വേണുഗോപാൽ എന്താണെന്നറിയില്ല, രാഷ്ട്രീയ വിദ്യാഭ്യാസമില്ലാത്തതിന്റെ പക്വത കുറവാണ് ഇപ്പോൾ അവർ കാണിച്ചു കൂട്ടുന്നത്.